ആധ്യാത്മിക ഭാരതത്തിന് ആധുനികതയുടെ പരിവേഷം ചാർത്തിയ യുഗപ്രഭാവനായ ഒരു ലോകഗുരുവിന്റെ ജീവിതകഥാ സംഗ്രഹം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ അഭിരാമമൊരു രാമം, അഭിരാമമൊരു ഗ്രാമം, നഗതാരിലാഹ്ലാദ പുളകങ്ങൾ ചാർത്തുന്നൊരരുവിത്തീരം. അഭിരാമമൊരു ഗ്രാമം, നഗതാരിലാഹ്ലാദ പുളകങ്ങൾ ചാർത്തുന്നൊരരുവിത്തീരം. വിടരുന്ന പൂവണിൽ ഇളകുന്ന കാടുകൾക്കിടയിൽ പുളഞ്ഞു പതഞ്ഞൊഴുകും. വിടരുന്ന പൂവണിൽ ഇളകുന്ന കാടുകൾക്കിടയിൽ പുളഞ്ഞു പതഞ്ഞൊഴുകും. അരുവി തൻ തീരം തയ്യനതീയൊന്നിക്കുന്നൊരു പൊതു യുഗസൂര്യപ്പിറവി കാണാൻ. അരുവി തൻ തീരം തയ്യനതീയൊന്നിക്കുന്നൊരു പൊതു യുഗസൂര്യപ്പിറവി കാണാൻ. അഭിരാമമൊരു ഗ്രാമം. അധികം ആൾപാർപ്പില്ലാത്തൊരു ഗ്രാമപ്രദേശം. ചുറ്റും ഉയർന്ന മലകളും വൻകാടുകളും. കാട്ടുമൃഗങ്ങളുടെയും കാട്ടുപക്ഷികളുടെയും സ്വൈരവിഹാരരംഗമായ ആ കാടുകൾക്കിടയിലൂടെ പാറക്കെട്ടുകളിൽ തട്ടി പതഞ്ഞു പതഞ്ഞൊഴുകി വരുന്ന ഒരു കാട്ടാറ് കാണാം. കരളും മിഴിയും ഗൗരുമാറും ഹരിതഭംഗികൾ അണിഞ്ഞ ആ കാനന പ്രദേശമാകെ വസന്തകാന്തിയുടെ വർണ്ണപുഷ്പങ്ങൾ ചാർത്തി കാറ്റിൽ നൃത്തമാടി നിൽക്കുന്നു. സമയം ഉഷസന്ധ്യ. പൂർവ്വദിങ്മുഖം ചുവന്നു ചുവന്നു വരുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ടൊഴുകുന്ന ആ കാട്ടരുവി തീരത്തെ ഉയർന്ന സമതലത്തിൽ കുറ്റിക്കാടിന്റെ മധ്യത്തൊരു പരന്ന പാറയ്ക്ക് ചുറ്റുമായി വളരെയധികം ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നു. നാട്ടിലെങ്ങും നടന്നുകൂടാത്തവർ ചേറ്റുപാടത്തു പാർത്തുകൊള്ളേണ്ടവർ. നാട്ടിലെങ്ങും നടന്നുകൂടാത്തവർ ചേറ്റുപാടത്തു പാർത്തുകൊള്ളേണ്ടവർ. നാട്ടുകാരരെ കാണുന്ന നേരത്ത് കാട്ടിലോടേണ്ട നീചപരീക്ഷകൾ. നാട്ടുകാരരെ കാണുന്ന നേരത്ത് കാട്ടിലോടേണ്ട നീചപരീക്ഷകൾ. പക്ഷെ ഇന്നവർ സാധാരണ രീതിയിലല്ല. വൃത്തിയായി കുളിച്ചു കുറിയിട്ട് ശുഭ്രവസ്ത്രം ധരിച്ചു വിശുദ്ധരായി. വൃത്തിയായി കുളിച്ചു കുറിയിട്ട് ശുഭ്രവസ്ത്രം ധരിച്ചു വിശുദ്ധരായി. അർദ്ധമീലിത നേത്രരായ അഞ്ജലി ബദ്ധരായി നിൽപ്പധകൃത വംശജർ. അർദ്ധമീലിത നേത്രരായ അഞ്ജലി ബദ്ധരായി നിൽപ്പധകൃത വംശജർ. അവരുടെ ഇടയിൽ ഒരു പാറപ്പുറത്ത് യുവസന്യാസി നിൽക്കുന്നു. ദീക്ഷയും കാഷായവുമില്ല. മുഖവും ശിരസും മുണ്ടനം ചെയ്ത് ശുഭ്രവസ്ത്രം ധരിച്ച് ഒരു സാധാരണ മനുഷ്യൻ. ദിവ്യപ്രകാശം സ്ഫുരിക്കുന്ന മുഖത്ത് നോക്കിയാൽ പാരിലില്ല ഭയമെന്നുമേറെയുണ്ടാരിലും കരുണയെന്നുമേതിനും പോരുമെന്നും അരുളി പ്രസന്നമായി ധീരമായ മുഖകാന്തിയാലവർ. പാരിലില്ല ഭയമെന്നു ഏറെയുണ്ടാരിലും കരുണയെന്നുമേതിനും പോരുമെന്നും അരുളി പ്രസന്നമായി ധീരമായ മുഖകാന്തിയാൽ അവൻ. ധ്യാനനിമഗ്നനായ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ശിവലിംഗാകൃതിയിലുള്ള ഒരു ശിലാഖണ്ഡം കാണാം. ആ ശിലാഖണ്ഡം പാറയുടെ ഒത്ത മധ്യത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് അദ്ദേഹം നിവർന്നു നിന്നു. ചുറ്റും നിന്നവരെ ഉറ്റുനോക്കി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇന്നു മുതൽ ഇവിടം നിങ്ങളുടെ ക്ഷേത്രമാണ്. നിങ്ങളുടെ ആരാധനാമൂർത്തിയാണ് ഞാനിപ്പോൾ പ്രതിഷ്ഠിച്ചത്, സാക്ഷാൽ ശിവനെ. ഈ ശിവന് തീണ്ടലും തൊടിയിലുമില്ല. ഈ ശിവനെ ആർക്കും ആരാധിക്കാം, അടുത്തു വന്ന് പ്രാർത്ഥിക്കാം. ജാതിമത ഭേദമന്യേ ആർക്കും ആരാധിക്കാം. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഏറ്റുചൊല്ലണം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. 99 വർഷം മുമ്പാണ് ഈ പ്രതിഷ്ഠാകർമ്മം നടന്നത്.
ഇന്നേക്ക് 99 വർഷം മുമ്പ് 1888 നെയ്യാറ്റിൻകരയിൽ അരുവപ്പുറം ഗ്രാമത്തിൽ. അന്ന് അബ്രാഹ്മണർക്ക് അർഹതയില്ലാത്തതാണ് ഈ ശുഭകർമ്മം. പക്ഷെ അലംഘ്യങ്ങളായ അന്നത്തെ മതനിയമങ്ങളെയും മാമൂലുകളെയും അന്ധവിശ്വാസങ്ങളെയും വെല്ലുവിളിക്കുന്ന മട്ടിൽ ഈ ശിവപ്രതിഷ്ഠ നടത്തിയത് ഒരു അബ്രാഹ്മണനായിരുന്നു. ആ അബ്രാഹ്മണനാണ് ശ്രീ നാരായണ ഗുരുദേവൻ. സൂര്യനുദിച്ചു, ഒരു പുതിയ വെളിച്ചം പരന്നു, ശക്തിയായ കാറ്റൂതി. കാറ്റിൽ ലയിച്ച കാട്ടുപക്ഷികളുടെ കളകൂജനം ഒരു സ്വാതന്ത്ര്യഗാഥയായി ഭാരതമെങ്ങും മാറ്റൊലിക്കൊണ്ടു. സ്വാതന്ത്ര്യ രാഷ്ട്രത്തിൻ സമ്രാട്ടേ, തേജസ്സിൻ ഭ്രാതമാം സ്വർണ്ണ സിംഹാസനത്തിൽ, സ്വാതന്ത്ര്യ രാഷ്ട്രത്തിൻ സമ്രാട്ടേ, തേജസ്സിൻ ഭ്രാതമാം സ്വർണ്ണ സിംഹാസനത്തിൽ, ജ്യോതിഷ്കിരണാവലിച്ചെങ്കോൽ തൃക്കൈയിൽ ജ്യോതിപ്പിച്ചമ്പുന്ന തമ്പുരാനെ, ജ്യോതിഷ്കിരണാവലിച്ചെങ്കോൽ തൃക്കൈയിൽ ജ്യോതിപ്പിച്ചമ്പുന്ന തമ്പുരാനെ, നിന്തിരുവാഴ്ച ജയിക്കട്ട പീഡയാൽ പിന്തിരിയാത്ത തലമുറകൾ, തിരുവാഴ്ച ജയിക്കട്ട പീഡയാൽ പിന്തിരിയാത്ത തലമുറകൾ, സന്തതം ഘോഷിച്ചു മാറ്റൊലിക്കൊള്ളട്ടെ നിന്തിരുനാമം ഭുവനമേ, സന്തതം ഘോഷിച്ചു മാറ്റൊലിക്കൊള്ളട്ടെ നിന്തിരുനാമം ഭുവനമെങ്ങും. ചരിത്രത്തിന്റെ താളുകൾ പുറകോട്ട് മറിക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിലെത്തുമ്പോൾ നാം കാണുന്ന കേരളം വിഡ്ഢികളുടെ സ്വർഗമായിരുന്നു. പോരാ, അതൊരു ഭ്രാന്താലയമായിരുന്നു. നരൻ അശുദ്ധ വസ്തുവാണ് പോലും, ധരയിൽ നടപ്പ് തീണ്ടലാണ് പോലും. നരകമിവിടമാണ് ഹന്ത കഷ്ടം, ഹര ഹര, ഇങ്ങനെ വല്ല നാടുമുണ്ടോ? അദ്വൈതം പ്രചരിപ്പിച്ച ഹിന്ദുമതത്തെ രണ്ടായി തിരിച്ചില്ലേ, അവർണനെന്നും സവർണനെന്നും. നമ്പൂരിയാണ് സവർണന്റെ നേതാവ്. നമ്പൂരി നടക്കുകയല്ല, എഴുന്നള്ളുകയാണ്. നാലും കൂട്ടി മുറുക്കി മഞ്ചലിൽ കയറി ശീരി പിടിച്ചങ്ങനെ കിടക്കും, മറ്റുള്ളവർ ചുമന്നുകൊള്ളും. മഞ്ചൽ നീങ്ങുമ്പോൾ മുമ്പേ ഒരാൾ ഹോയ് ഹോയ് എന്ന് വിളിച്ചുകൊണ്ട് ഓടുന്നു. ഈ ഹോയ് വിളി കേൾക്കുമ്പോൾ ചിലർ ഓടുന്നു, ചിലർ വേലു ചാടി മറയുന്നു, ചിലർ കൈതക്കാട്ടിൽ ഒളിക്കുന്നു. അവർണന്മാരെ പെരുവഴിയിൽ കണ്ടേകൂടാ. അഥവാ ഓടി ഒളിക്കാൻ വയ്യാത്ത സ്ഥലത്ത് വെച്ചാണ് മഞ്ചൽ വരുന്നെങ്കിൽ, ഈ ഹോയ് വിളി മുഴങ്ങിയതെങ്കിൽ നിസ്സഹായനായ അവർണൻ ശരിക്കും മേടിച്ചു കെട്ടുകയും ചെയ്യും. മഹാകവി പണ്ഡിറ്റ് കറുപ്പൻ ഈ സമൂഹ ദുഃഖം തന്റെ കവിതയിൽ പകർത്തിയിട്ടുണ്ട്. പട്ടണത്തിൽ വളരെ ഭേദം നാട്ടിൻ പുറത്തു നടക്കാൻ മേല, പട്ടണത്തിൽ വളരെ ഭേദം നാട്ടിൻ പുറത്തു നടക്കാൻ മേല, ആട്ടുന്നു തള്ളുന്നു പുത്തൻ വാങ്ങിക്കുന്നു നട്ടം തീരിക്കുന്നു യോഗപ്പെണ്ണേ, അത് കേട്ടാൽ കരഞ്ഞുപോ ജ്ഞാനപ്പെണ്ണേ. പട്ടണത്തിൽ വളരെ ഭേദം നാട്ടിൻ പുറത്തു നടക്കാൻ മേല, ആട്ടുന്നു തള്ളുന്നു പുത്തൻ വാങ്ങിക്കുന്നു നട്ടം തീരിക്കുന്നു യോഗപ്പെണ്ണേ, അത് കേട്ടാൽ കരഞ്ഞുപോ ജ്ഞാനപ്പെണ്ണേ. അവർണർക്ക് സഞ്ചരിക്കാൻ പ്രത്യേകം വഴികളുണ്ട്. കടക്കാൻ പാടില്ലാത്ത വഴിയെന്നുള്ളിൽ കടക്കാതെ പാവങ്ങൾ അകപ്പെടുമ്പോൾ, കിടുത്തി വരും പോലെ ചില കൂട്ടരോടി വന്ന് പിടിക്കുന്നു യോഗപ്പെണ്ണേ, പണം കൊടുക്കുന്നു നടക്കുന്നു ജ്ഞാനപ്പെണ്ണേ. കടക്കാൻ പാടില്ലാത്ത വഴിയെന്നുള്ളിൽ കടക്കാതെ പാവങ്ങൾ അകപ്പെടുമ്പോൾ, കിടുത്തി വരും പോലെ ചില കൂട്ടരോടി വന്ന് പിടിക്കുന്നു യോഗപ്പെണ്ണേ, പണം കൊടുക്കുന്നു നടക്കുന്നു ജ്ഞാനപ്പെണ്ണേ. ശൂദ്രൻ സവർണരിൽപ്പെട്ടവനാണ്, എങ്കിലും ശൂദ്രൻ വേദം വായിച്ചുകൂടാ. ശൂദ്രൻ വേദം വായിച്ചാൽ ശിക്ഷയുണ്ട്, നാവ് ചവിട്ടിപ്പിഴും. വേദം വായിച്ച് കേട്ടതേ ഉള്ളുവെങ്കിൽ ശിക്ഷ കുറവാണ്. അത് കേട്ട കാതിൽ കറുത്തീയം ഉരുക്കി ഒഴിക്കും. ഈ ശൂദ്രനിൽ നിന്ന് 62 അടി അകലെ നിൽക്കണം ഇഴവൻ. ഇഴവനിൽ നിന്ന് 100 അടി അകലെ നിൽക്കണം പുലയൻ.
പറയൻ മറവൻ ഉള്ളാളൻ ഒന്നും ബ്രാഹ്മണനെ കണ്ടേകൂടാ, കണ്ണ് പൊട്ടിപ്പോകും. ഇവർക്കാർക്കും പൊതുനിരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യമില്ല, ക്ഷേത്രങ്ങളിൽ ആരാധന സ്വാതന്ത്ര്യമില്ല, പൊതുക്കുളങ്ങളും കിണറുകളും തൊട്ട് അശുദ്ധമാക്കാൻ പാടില്ല, സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനമില്ല, സർക്കാർ സർവീസിലെ കാര്യം സ്വപ്നം കാണുകയും വേണ്ട. എങ്കിലും ഇവരെല്ലാം ഹിന്ദുക്കളാണ്, നികുതി കൊടുത്ത് കഴിയുകയും വേണം. അവർണർക്ക് പാർക്കാൻ ഗ്രാമത്തിന് പുറത്ത് പ്രത്യേകം സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. അവർണന്റെ വീടിന്റെ കഴുക്കോലിന് നീളം നേരത്തെ സവർണർ അളന്നു കുറിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ 1 ഇഞ്ച് കൂടാൻ പാടില്ല. അവരവർക്ക് വിധിച്ച തൊഴിലല്ലാതെ മറ്റൊരു തൊഴിൽ പഠിച്ചുകൂടാ, പരിഷ്കൃത പേരിട്ടുകൂടാ, പ്രാകൃത നാമങ്ങളെ പാടുള്ളൂ. ഇട്ടൂലി, നങ്ങേമ, നങ്ങേലി, കൊച്ചാളി, കുഞ്ഞുകുറുമ്പ, ഇടിക്കാളി, മാതേര്, നീലമ്പി, ഉമ്മിണി, കൊച്ചുപുല്ലൻ, ചിറ്റമ്പുല്ലൻ, അയ്യങ്കാളി, കണ്ടങ്കാളി, ഇതൊക്കെയാണ്. ഈ മാതേര് ഒരു കാലത്തും മഹാദേവരായിക്കൂടാ. ദൈവവിശ്വാസത്തിലുമുണ്ട് സവർണാവർണ ഭേദം. ശിവൻ, വിഷ്ണു, കൃഷ്ണൻ തുടങ്ങിയവർക്ക് സവർണ ദൈവങ്ങൾ. അവർണന്റെ ദൈവങ്ങളും അവർണരാണ്. യക്ഷി, പേയ, മാടൻ, രക്തചാമുണ്ടി, ചൊടലമാടൻ തുടങ്ങിയവർ. സവർണ ദൈവങ്ങൾക്ക് ശ്രീകോവിലും ചുറ്റമ്പലവും ചുറ്റുമതിലും പിന്നെ 4 നേരത്തെ പൂജയും നെയ്വരുത്ത ഉണ്ണിയപ്പവും കടും മധുരത്തിൽ പായസവും പഞ്ചാമൃതും. അവർണ ദൈവങ്ങൾ വല്ല കാട്ടിലോ മരത്തണല്ലോ അങ്ങ് കഴിഞ്ഞു കൂടിക്കൊള്ളും. അവർക്ക് ആണ്ടിലൊരിക്കൽ 1 കുടം കള്ളും 2 കുപ്പി ചാരായവും 1 കോഴിയെ തല്ലിക്കൊന്ന് കറി വെച്ചതും. അവർണരിൽ ഏറ്റവും താണവരെ അടിമകളെ പോലെ തമ്പുരാക്കന്മാർ വിക്രയം ചെയ്തിരുന്നു. മാടുകളെക്കാൾ കഷ്ടമായിരുന്നു അന്ന് 80% വരുന്ന ഈ അവർണവർഗത്തിന്റെ അവസ്ഥ. ഒന്നോർത്താൽ മാടും കയർക്കുമതുകളോടൊന്നായി വറ്റയെ നാം ഗണിച്ചാൽ, ഒന്നോർത്താൽ മാടും കയർക്കുമതുകളോടൊന്നായി വറ്റയെ നാം ഗണിച്ചാൽ, ഭാരം പവിത്രങ്ങൾ പൈക്കൾ ഇപ്പാവങ്ങൾ ദൂരത്തും തീണ്ടുള്ള നീതരല്ലോ, ഭാരം പവിത്രങ്ങൾ പൈക്കളി പാവങ്ങൾ ദൂരത്തും തീണ്ടുള്ള നീതരല്ലോ. സവർണ ദൈവങ്ങളെ കാണാൻ അവർണർക്ക് അവകാശമില്ല. അഥവാ കാണണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് അങ്ങ് അകലെ തീണ്ടാപ്പാടിനപ്പുറം ചെന്ന് നിന്ന് സങ്കല്പത്തിൽ കണ്ട് സായുജ്യം അടഞ്ഞുകൊള്ളണം. പിന്നെ വല്ല വഴിപാടോ മറ്റോ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാശ് എലപ്പുറത്ത് വെച്ചിട്ട് പോയിക്കൊള്ളണം. ആണുങ്ങൾ ചെന്നത് എടുത്തുകൊണ്ട് പോയി ഷാപ്പിൽ കയറി അടിച്ച് ഫിറ്റായി വന്ന് അടിച്ചാൽ തിരിച്ചടിക്കാത്തവനെ എല്ലാ അടിമകളെയും എടുത്തിട്ട് നല്ല ശരിക്ക് ചാർത്തും. ഇടയ്ക്കിടയ്ക്ക് തമ്പുരാന്റെ തല്ല് കൊള്ളുന്നത് അടിമകൾക്ക് ഒരു അഭിമാനവുമായിരുന്നു. അവർണർ അനുഭവിച്ച അടിമത്തമാണെന്ന് അവർക്ക് വിവരമുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഈശ്വര നിശ്ചയമാണ്. 62 അടി അകലെ നിൽക്കുന്നത് ഈശ്വര നിശ്ചയം, 100 അടി അകലെ നിൽക്കുന്നത് ഈശ്വര നിശ്ചയം, ഈശ്വരനെ കാണാൻ കഴിയാത്തതും ഈശ്വരേച്ഛ. ഈ നാരകീയ ജീവിതം തങ്ങൾക്ക് നൽകിയ ജാതി മേധാവിത്വത്തിന് നിയാമക ശക്തികളായ ബ്രാഹ്മണരോ അവർ കാണപ്പെട്ട ദൈവങ്ങളും. സന്ധ്യയ്ക്ക് വിളക്കോളത്തി വെച്ച് രാമായണ പാരായണം ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണംബുജലീനവാം സുസഞ്ജയം മമ, ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് ബ്രാഹ്മണരുടെ കാലിലെ പൊടി അവന്റെ മനസ്സിലെ മാലിന്യം നീക്കണമെന്നാണ്. ഈ സാമൂഹ്യ പശ്ചാത്തലത്തിലായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ജനനം. ഗുരുദേവന്റെ ജനനത്തെക്കുറിച്ച് പിൽക്കാലത്ത് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. പാരിൽ ധർമ്മമുയർത്തുവാൻ യദുകുലേ പണ്ടെന്ന പോൽ ഈഴവന്മാരിൽ സ്വാമി ജനിച്ച മാസമതിലാണ് എവർക്കും ഓണോത്സവം. പാരിൽ ധർമ്മമുയർത്തുവാൻ യദുകുലേ പണ്ടെന്ന പോൽ ഈഴവന്മാരിൽ സ്വാമി ജനിച്ച മാസമതിലാണ് ഏവർക്കും ഓണോത്സവം. ആരിമ്മട്ടരഖണ്ഡമംഗളനഹോ സദ്യോഗ വിദ്യാമൃതം പൂരിക്കും പുതുചന്ദ്രനെ ജയചിരം നാരായണ ശ്രീ ഗുരോ, നാരായണ ശ്രീ ഗുരോ. 1854 ആഗസ്റ്റ് 20 ഗുരുദേവൻ തിരുവവതാരം ചെയ്ത പുണ്യദിനം. ചെമ്പഴന്തിയിൽ വയൽവാരത്ത് വീട്ടിൽ മാടനാശാന് കുട്ടിയമ്മയിൽ ഒരു കുഞ്ഞു ജനിച്ചു.
കുഞ്ഞിന് നാരായണൻ എന്ന് പേരിട്ടു. നാരായണൻ എന്ന പേര് സംക്ഷേപിച്ച് നാണുവെന്നും വിളിച്ചു. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ഗ്രാമത്തിലുള്ള എഴുത്തുപള്ളിയിലായിരുന്നു നാണുവിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. സഹപാഠികളുടെ ഉറ്റ ചങ്ങാതിയായിരുന്നു കൊച്ചു നാണു. കൂട്ടുകാരെ രസിപ്പിക്കാനുള്ള പല സൂത്രങ്ങളും നാണുവിന് അറിയാമായിരുന്നു. ഗ്രാമവിദ്യാലയം വിട്ടുടൻ തൻ ഗൃഹ ജോലിയിൽ വ്യാപൃതനായി. ഗ്രാമവിദ്യാലയം വിട്ടുടൻ തൻ ഗൃഹ ജോലിയിൽ വ്യാപൃതനായി. മേയുവാൻ പൈക്കളെ വിട്ടയയ്ക്കും വൃക്ഷശാഖയിൽ ഏറിയിരിക്കും. മേയുവാൻ പൈക്കളെ വിട്ടയയ്ക്കും വൃക്ഷശാഖയിൽ ഏറിയിരിക്കും. കാവ്യവും സ്തോത്രവും പാരായണം ചെയ്യും സാരങ്ങൾ ചിന്തിച്ചിരിക്കും. കാവ്യവും സ്തോത്രവും പാരായണം ചെയ്യും സാരങ്ങൾ ചിന്തിച്ചിരിക്കും. തീണ്ടജാതിക്കാരും ഒത്തുതൻ ഭക്ഷണം തീർത്തു പങ്കിട്ടു ഭുജിക്കും. തീണ്ടജാതിക്കാരും ഒത്തുതൻ ഭക്ഷണം തീർത്തു പങ്കിട്ടു ഭുജിക്കും. തീർത്തു പങ്കിട്ടു ഭുജിക്കും. അന്ന് തീണ്ടൽ ജാതിക്കാരെ തൊടുന്ന ആളും തീണ്ടലുള്ളവനായി തീരും. അതുകൊണ്ട് കൊച്ചു നാണു തീണ്ടൽ ജാതിക്കാരായ തന്റെ കൂട്ടുകാരെ തൊടും. എന്നിട്ട് വീട്ടിൽ വന്ന് മാതാപിതാക്കളെ തൊട്ടിട്ട് പറയും, വേഗം പോയി കുളിച്ചോ, ഞാൻ തീണ്ടലുള്ളവനായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടിയായിരുന്നപ്പോൾ തന്നെ ജാതിച്ചട്ടങ്ങളെ ലംഘിക്കുന്ന കുസൃത്തരങ്ങൾ കാട്ടി നാണു നാട്ടിൻപുറത്ത് പ്രസിദ്ധനായി തീർന്നു. പക്ഷെ കൗമാരം കഴിഞ്ഞപ്പോഴേക്ക് നാണുവിന്റെ സ്വഭാവത്തിൽ ചില സവിശേഷതകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഏകാഗിയായി ഏറെ നേരം വിജനസ്ഥലങ്ങളിൽ ചെന്ന് ചിന്താധീനനായി നിലകൊള്ളും. ഏകാന്തതയാണിപ്പോൾ നാണുവിന് ഏറെ ഇഷ്ടം. ആരൂഢയൗവനായി വീക്ഷണങ്ങളിൽ ആത്മീയ ഭാവം പകർന്നു. ആരൂഢയൗവനായി വീക്ഷണങ്ങളിൽ ആത്മീയ ഭാവം പകർന്നു. ഭൂതദയാപരനായി പരിവ്രാജക വിവിധ വൃത്തി കൈക്കൊണ്ടു. ഭൂതദയാപരനായി പരിവ്രാജക വിവിധ വൃത്തി കൈക്കൊണ്ടു. ധ്യാനനിമഗ്നനായി അങ്ങിരിക്കും ചിന്താധീനനായി നല്ലയുലാക്കും. ധ്യാനനിമഗ്നനായി അങ്ങിരിക്കും ചിന്താലീനനായി നല്ലയുലാക്കും. ഒരു ദിവസം നാണുവിനെ കാണാതായി. അച്ഛൻ പലയിടത്തും അന്വേഷിച്ചു, ഒരു തുമ്പും കിട്ടിയില്ല. 18 ദിവസം കഴിഞ്ഞപ്പോ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മോനെ, നീ എവിടെയായിരുന്നടാ? അച്ഛാ, ഞാൻ എങ്ങും പോയില്ല. ഞാൻ ഈ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നു. എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. സുഖമില്ലാത്തവൻ ക്ഷേത്രത്തിനകത്താണോ കിടക്കുന്നത്? വീട്ടിലല്ലേ കിടക്കേണ്ടത്? അച്ഛാ, എനിക്ക് മസൂരിയായിരുന്നു. മസൂരി പകർച്ചവ്യാധിയല്ലേ, മറ്റാരെയും ശല്യം ചെയ്യണമെന്ന് കരുതി. മാതാപിതാക്കൾ അത്ഭുതപ്പെട്ടു പരസ്പരം നോക്കി നിൽക്കുന്നു. ആ ഇടയ്ക്ക് അമ്മാവനുമായൊന്ന് പിണങ്ങേണ്ടി വന്നു. കുളിക്കുമ്പോൾ നാണു തീണ്ടൽ ജാതിക്കാരനായ ഒരു കൂട്ടുകാരനെ കൊണ്ട് പുറം തേപ്പിച്ചു. അമ്മാവനിത് കണ്ടോണ്ട് വന്നു. ഇപ്പൊ എന്താടാ ഈ ചെയ്യുന്നത്? പൊലേനെ കൊണ്ടാണോ പുറം തേപ്പിക്കുന്നത്? സകല അശുദ്ധിയും വരുത്തി വയ്ക്കുന്നു. അമ്മാവാ, പൊലേൻ എന്റെ പുറം തേച്ചുകൊണ്ട് ഒരശുദ്ധിയും ഉണ്ടായില്ല. എന്റെ പുറത്തെ അശുദ്ധികൾ നീങ്ങിക്കിട്ടുകയാണ് ചെയ്തത്. തർക്കുത്തരം പറയുന്നതേ മാടി. തൊടിയിലും തീണ്ടലും നെറിയും നിന്നാണോ ഇല്ലാതായി. നീ മേലാൽ ഈ വീട്ടിൽ കയറി പോയത്. അധിക പ്രസംഗം. അന്ന് അത്താഴ സമയത്ത് നാണുവിനെ കണ്ടില്ല. അടുത്ത ദിവസവും വീട്ടിൽ വന്നില്ല. നാണു സ്ഥലം വിട്ട് കഴിഞ്ഞിരുന്നു.
അപ്പോൾ തോന്നിയ ദേഷ്യത്തിന് എങ്ങനെ പറഞ്ഞുവെങ്കിലും അനന്തരവനെ കാണാതെ വന്നപ്പോൾ അമ്മാവൻ തന്നെ അന്വേഷിച്ചിറങ്ങി. വളരെ ദിവസം പലയിടത്തും അന്വേഷിച്ചു നടന്നു. അവസാനം നാണുവിനെ കണ്ടുകിട്ടി. കായംകുളത്തിന് സമീപം പുതുപ്പള്ളിയിൽ വാരണപ്പള്ളി വീട്ടിൽ മറ്റു കുട്ടികളും ഒത്തിരുന്ന് സംസ്കൃതം പഠിക്കുന്നു. നാണു, എടാ നാണു, ജ്ഞാനദയാ സിന്ധൂരഗാഥസ്യാനഘാഗുണാഃ സേവിതാമക്ഷയോ ധീരാഃ സശ്രിയേ ചാമൃതായ ച. എടാ നാണു, സമാഹൃത്യന്യതന്ത്രാണി സംക്ഷിപ്തൈ പ്രതിസംസ്കൃതൈ സമ്പൂർണ്ണമുച്യതേ വർഗൈ നാമലിംഗാനുശാസനം. നാണു, നിന്നെയാ വിളിച്ചത്. അപ്പോ നാണുവിന്റെ ഗുരുനാഥൻ പറഞ്ഞു, നാണു പഠിക്കട്ടെ. എടാ നാണു, അമരാ നിർജ്ജരാ ദേവാ ത്രിശാവിബുധാസുരാഃ സുപർവാണ സുമനസം പ്രതിവേശാദിവൗകസ. അപ്പോഴമ്മാവനും വിചാരിച്ചു പഠിക്കട്ടെ, പഠിച്ചു മിടുക്കനാകട്ടെ. പൂത്താലമേന്തിയ 2 വസന്തങ്ങൾ പുഷ്പാഞ്ജലി ചെയ്തു പോയി. പൂത്താലമേന്തിയ 2 വസന്തങ്ങൾ പുഷ്പാഞ്ജലി ചെയ്തു പോയി. വിജ്ഞാനദാർത്തനം ഭാഗിനേയനെ വീണ്ടുപോരാൻ കഴിഞ്ഞില്ല. വിജ്ഞാനദാർത്തനം ഭാഗിനേയനെ വീണ്ടുപോരാൻ കഴിഞ്ഞില്ല. അവസാനം നാണുവിന്റെ ഗുരുനാഥൻ രാമൻപിള്ള ആശാൻ നാണുവിനെ അനുഗ്രഹിച്ചയച്ചു. വീട്ടിലെത്തിയ നാണു പരിസരങ്ങളിലുള്ള കുട്ടികളെ വിളിച്ചിരുത്തി സംസ്കൃതം പഠിപ്പിച്ചു. 2 വർഷക്കാലം സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലും ഗുരുദേവൻ അസാമാന്യമായ പാണ്ഡിത്യം ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഗാധമായ ചിന്തയിലും മനനത്തിലും കഴിഞ്ഞ ഇക്കാലത്ത് സ്തോത്രങ്ങളും പദ്യങ്ങളും ധാരാളമായിട്ട് എഴുതി. ശിവശതകവും ദർശനമാലയും മറ്റും. അന്തിപ്പും തിങ്കളും തിരുമുടി തിരുകിച്ചൂടിയാടും മണത്തിൽ ചന്തം ചിന്തും നിലാവിനൊളിവെളിയിൽ വിയർഗംഗ പൊങ്ങിക്കവിഞ്ഞും ചന്തച്ചന്തീമിടിച്ചങ്കട നിരചൊരി ചന്തകാരാനകറ്റി ചിന്താസന്താനമേ നിന്തിരുവടിയടിയൽ സങ്കടം പോക്കിടേണം. പദകുബേരനായ ഒരു പ്രതിഭാസമ്പന്നന് മാത്രം കഴിയുന്ന ശബ്ദങ്ങൾ കൊണ്ടുള്ള ചെപ്പടി വിദ്യകൾ ഗുരുദേവന്റെ എല്ലാ കൃതികളിലും സുലഭമാണല്ലോ. അഗാധമായ ധ്യാനത്തിൽ മുഴുകിയിരിക്കാറുള്ള ഗുരുദേവന്റെ ഹൃദയത്തെ അന്ധതയും അടിമത്വവും നിറഞ്ഞ സമൂഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിരന്തരം അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. സമസൃഷ്ടങ്ങളുടെ അമർത്തപ്പെട്ട തേങ്ങലുകളും വിലാപങ്ങളും അദ്ദേഹത്തെ വ്യാകുലചിത്തനാക്കി. അവരുടെ ഹൃദയവിലാപങ്ങൾ സ്വാമിയുടെ കാതുകളിൽ എപ്പോഴും അലതല്ലിക്കൊണ്ടിരുന്നു. അന്ധകാരത്തിന്റെ ആഴത്തിൽ ക്രൂരമാം എന്തൊരു മായ വ്യവസ്ഥയാലോ, അന്ധകാരത്തിന്റെ ആഴത്തിൽ ക്രൂരമാം എന്തൊരു മായ വ്യവസ്ഥയാലോ ബന്ധസ്ഥരായി ഞങ്ങൾ കേഴുന്നു ദേവൻ സ്വന്ത കീടാങ്ങൾ നിരപരാധ. ബന്ധസ്ഥരായി ഞങ്ങൾ കേഴുന്നു ദേവൻ സ്വന്ത കീടാങ്ങൾ നിരപരാധ. വീട് വിട്ടിറങ്ങാൻ തന്നെ ആ യോഗി തീരുമാനമെടുത്തു. ജനതാ മധ്യത്തിറങ്ങി അവരുടെ ദുഃഖങ്ങൾ നേരിൽ കണ്ടറിയാനും അവരെ അതിന്ന് കരകയറ്റാനുള്ള മാർഗമാരായാനും സ്വാമി തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ ആ തീരുമാനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. ബന്ധുക്കൾ തമ്മിൽ ആലോചിക്കുന്നു. ചെറുക്കൻ സന്യസിക്കാൻ പോകുന്ന മട്ടാണല്ലോ അളിയ. അവനെപ്പോഴും ധ്യാനവും ജപവും തപവും ഒക്കെയാണ്. എങ്ങനെങ്കിലും അവന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കണ്ടായോ? മാറ്റിയെടുത്തേ തീരൂ. എങ്കിൽ പയ്യനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചു കളയാം. അതുകൊണ്ട് അളിയൻ അതിനങ്ങോട്ട് ഒരുങ്ങട്ടെ. സ്വാമി കൂടെ തൊട്ടടുത്തുള്ള ഒരു വിഷവൈദ്യന്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു.
സ്വാമിയുടെ ബന്ധുക്കളും അവിടുത്തെ സന്ദർശകരായിരുന്നു. ആ വീട്ടിലെ ഒരു പെൺകുട്ടിയെ സ്വാമിയുടെ വധുവായി 2 വീട്ടുകാരും കൂടി നിശ്ചയിച്ചു. കല്യാണമായിട്ടൊന്നും നടത്തിയില്ല. വധുവിനെ വിളിച്ച് വരന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി, അത്ര തന്നെ. മാത്രമല്ല, വരൻ വധുവിന്റെ കഴുത്തിൽ താലി കെട്ടിയതുമില്ല. പകരം സഹോദരിയാണ് ആ മംഗലകർമ്മം നിർവഹിച്ചത്. അതുകൊണ്ട് വരനില്ലാത്ത മണവറയിൽ പുതുമണവാട്ടി തോരാത്ത അശ്രധാരയിൽ മുങ്ങിക്കഴിയേണ്ടി വന്നു വളരെക്കാലം. സ്വാമി ആ വീട്ടിൽ പിന്നെ വളരെ നാളേക്ക് കാലുകുത്തിയില്ല. 2 വർഷം കഴിഞ്ഞു. ഗുരുദേവൻ ഒരു ദിവസം വീട്ടിലെത്തി. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല, അവളല്ലാതെ. വധു അവൾ ഇട്ടുകൊടുത്ത പുൽപ്പായിൽ അദ്ദേഹം ഇരുന്നു. അവൾ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? അങ്ങ് എന്റെ ഭർത്താവാണ് എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. നീ ആഗ്രഹിക്കുന്ന തരം ഒരു ഭർത്താവാകാൻ എനിക്ക് കഴിയില്ല കുഞ്ഞെ. അങ്ങക്ക് എന്നോട് പിണക്കമാണോ? എനിക്ക് നിന്നോട് ഒരു പിണക്കവുമില്ല. എങ്കിൽ നമുക്ക് 2 പേർക്കും കൂടി ഇന്ന് ശാർക്കര ഉത്സവത്തിന് പോകാം. ഓഹോ. സ്വാമി എഴുന്നേറ്റു. അപ്പോൾ ഒരാൾ ആ വഴി വന്നു. സ്വാമിയെ കണ്ട് അകത്തേക്ക് കടന്നു വന്നു. സ്വാമിയുടെ ബന്ധുവാണ്. ഗുരുദേവൻ പറഞ്ഞു, നീ ഇവളെ ഇന്ന് ശാർക്കര അമ്പലത്തിൽ കൊണ്ടുപോയി ഉത്സവം കാണിക്കണം. ഇവിടെ ഉത്സവം കാണിക്കണം. പിന്നെ ഗുരുദേവനെ അവിടെ കണ്ടില്ല. മിഴിമുന കൊണ്ടു മയക്കി നാഭിയാകും കുഴിയിലുരുട്ടി മറിപ്പതിനൊരു തീ കിഴിയുമെടുത്തു വരുന്ന മംഗമാർദ്ദൻ വഴികളിലിട്ടു വലൈക്കൊല മഹേശ, വഴികളിലിട്ടു വലൈക്കൊല മഹേശ. സ്വാമി തന്റെ മനസ്സിൽ സങ്കല്പിച്ചു വച്ച സ്വന്തം കൃതികൾ ധ്യാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ചലമിഴിമാരുടെ ചഞ്ചു കണ്ടു നിൽക്കും നിലനിടിലത്തിരുനോക്കു വച്ചറുത്തു പല പല ലീല തുടർന്നിടാതെ പാലിച്ച് അലിവൊടു നിൻപദ പങ്കജം തരേണം. തമിഴ്നാട്ടിലെ ജനശൂന്യമായ തെരുവീഥികളിലൂടെ സ്വാമി മുന്നോട്ട് പോകുന്നു. അക്കാലത്ത് അദ്ദേഹം താമസിക്കാത്ത ഇടങ്ങളില്ല, വീടുകളില്ല. അദ്ദേഹം ഇടപഴകാത്ത ജനങ്ങളില്ല. തീരപ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ പൊട്ടക്കൂരകളിലും പാടക്കരയിൽ കർഷക തൊഴിലാളികളുടെ ചാളപ്പുരകളിലും അവർ കൊടുക്കുന്ന ആഹാരം കഴിച്ച് അവരോടൊപ്പം സ്വാമി കഴിഞ്ഞിട്ടുണ്ട്. പാടക്കരയിൽ പുലച്ചാളയിൽ സാധു ധീവരർ വാഴും കുടിയിൽ പാവങ്ങൾ നൽകും കഴിക്കാടിയാൽ തൃപ്തനാമൻ തപസ്വി കഴിഞ്ഞു. പാടക്കരയിൽ പുലച്ചാളയിൽ സാധു ധീവരർ വാഴും കുടിയിൽ പാവങ്ങൾ നൽകും കഴിക്കാടിയാൽ തൃപ്തനാമൻ തപസ്വി കഴിഞ്ഞു. എല്ലാ ജീവിത സൗഭാഗ്യങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ആ നിശബ്ദ ജീവികളുടെ ഹൃദയവിലാപങ്ങൾ ഗുരുദേവൻ നേരിട്ട് കേട്ടറിഞ്ഞു. ഇവരുടെ ദുഃഖത്തിന് ഒരു അറുതി വരുത്താൻ എന്താണ് മാർഗം? പർവ്വത പ്രാന്തങ്ങളിൽ ഗുഹാന്തരങ്ങളിൽ സ്വാമി ധ്യാന നിമഗ്നനായിരുന്നു. ദൂരവിജനതയിൽ കാട്ടരുവിതർ തീരങ്ങളിൽ കുറുങ്കാട്ടിൽ, ദൂരവിജനതയിൽ കാട്ടരുവിതർ തീരങ്ങളിൽ കുറുങ്കാട്ടിൽ പർവ്വത പ്രാന്തങ്ങളിൽ ഘോരങ്ങളിൽ പാരം തപം ചെയ്തിരുന്നു. പർവ്വത പ്രാന്തങ്ങളിൽ ഘോരങ്ങളിൽ പാരം തപം ചെയ്തിരുന്നു. പാമ്പും പുലിയും ഗുഹാവാസിയാ ഗുരുദേവനു കൂട്ടിയിരുന്നു. പാമ്പും പുലിയും ഗുഹാവാസിയാ ഗുരുദേവനു കൂട്ടിയിരുന്നു. പാമ്പും പുലിയും ഗുഹാവാസിയാ ഗുരുദേവനു കൂട്ടിയിരുന്നു.